മഴ ഏകദേശം ഒന്ന് 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 സമാധാനം ഒരു സാവകാശം ഒരു 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 ശമനം വന്നിട്ടുണ്ട് മഴക്ക് അല്ലേ? കേരളത്തിൽ വെള്ളം ഇറങ്ങിയെടുത്തു നിന്നൊക്കെ ഏകദേശം വെള്ളങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മൂല കാരണത്തിലേക്ക് പോകും മുമ്പ് നമ്മൾ ഈ മഴ വെള്ളം ഇറങ്ങിയതിനേക്കാൾ അതിവേഗം സ്പീഡിൽ അതിവേഗം ഒരു വലിയ വ്യാജ പ്രചരണങ്ങളെ നമ്മൾ അതിജീവിച്ചു. കേരളം അതിജീവിച്ചു. പ്രകൃതി ദുരന്തങ്ങളെയും മഴയെയും വെള്ളപ്പൊക്കത്തെയും പ്രളയത്തെയും നമ്മൾ അതിജീവിക്കാൻ മലയാളി പഠിച്ചതുപോലെ തന്നെ വിജയൻ സേന എന്ന് പറയുന്ന കൃമികീടങ്ങളുടെ വലിയ വ്യാജ പ്രചരണങ്ങളെയും നമ്മൾ അതിജീവിച്ചു. ഒരു മലയാളി എന്നതിൽ വലിയ അഭിമാനം തോന്നുന്ന നിമിഷം അല്ലേ? നമ്മൾ പ്രകൃതി ദുരന്തങ്ങളെ മാത്രമല്ല അതിജീവിക്കുന്നത്, നമ്മൾ പല രീതിയിലുള്ള ഈ കേരളത്തെ കുട്ടിച്ചോറാക്കാൻ നോക്കുന്ന പല രീതിയിലുള്ള വിഷജന്തുക്കളെ കൂടിയാണ് നമ്മൾ അതിജീവിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പറയുന്ന വിജയൻ്റെ കൃമികീടങ്ങൾ. ആ വിജയൻ്റെ കൃമികീടങ്ങൾ കഴിഞ്ഞ ദിവസം മഴ അങ്ങ് പെയ്തു തുടങ്ങിയപ്പോഴേക്കും വലിയ വ്യാജങ്ങളുമായിട്ടാണ് സമൂഹത്തിലെത്തിയത്. അതിലേറ്റവും വലിയ വ്യാജം എന്ന് ഈ പറയുന്ന പിണറായി തമ്പുരാൻ വാഴ്ത്തുപാട്ടുകൾ കസേരയിൽ നിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം കാർക്കിച്ച് തുപ്പി ഇറക്കി വിട്ടിട്ടും വാഴ്ത്തുപാട്ടിനൊരു കുറവുമില്ല. വൃദ്ധരായ വന്ധ്യവയോധികരായിട്ടുള്ള ജീവിതത്തിൽ അവരുടെ എന്താ പറയേണ്ടത് അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രായമേറിയ ആളുകളെ പിടിച്ച് അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിജയൻ തമ്പുരാന്റെ സ്തുതിപാഠകരാവുക, ആക്കുക അങ്ങനെ പലരെയും അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുക. ഇതിന് പിന്നിൽ പല ബിജിലിമോന്മാര് നമ്മുടെ കേരളത്തിൽ. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഇത് അതിജീവിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മഴയെ അതിജീവിക്കാൻ മലയാളിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മലയാളി എന്ന് പറയുന്നത് മലയാളി ഉണ്ടാക്കിയതും മലയാളിയുടെ ലൈഫ് സ്റ്റൈലും മലയാളിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അങ്ങനെ മലയാളി വെട്ടിപ്പിടിച്ചതെല്ലാം അത് ഓരോ മലയാളിയും അവൻ്റെ കഷ്ടപ്പാടുകൾ, അവൻ്റെ പ്രയത്നങ്ങൾ, അവൻ്റെ ബുദ്ധി, അവൻ്റെ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ മുന്നോട്ട് വെച്ചിട്ടാ. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റുകൾ എല്ലാ കാലത്തും ഗവൺമെൻറ്റുകൾ അതിനുള്ള സപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് അല്ലേ? കേരളം ഇന്ന് കാണുന്ന കേരളമായത് ഒരു രാഷ്ട്രീയക്കാരനും ഉണ്ടാക്കിയതല്ല, മറിച്ച് അത് മലയാളിയുടെ ഒരു ആത്മനിശ്ചയത്തിൻ്റെ ഒരു ദൃഢതയുടെ ഒക്കെ അതിജീവനത്തിൻ്റെ ഒക്കെ ഒരു പര്യായമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ വ്യാജങ്ങൾ, കൃമികീടങ്ങൾ, വിജയൻ സേനയുടെ കൃമികീടങ്ങളുടെ വ്യാജങ്ങളെ മറികടക്കാൻ പ്രളയത്തെ, മഴക്കെടുതിയെ, പേമാരിയെ, ദുരന്തങ്ങളെ നമ്മൾ അതിജീവിച്ചതുപോലെ ഈ വ്യാജങ്ങളെ, കൃമികീടങ്ങളുടെ വ്യാജങ്ങളെ നമ്മൾ അതിജീവിക്കാൻ നമുക്ക് മുന്നിൽ നിന്ന് കരുത്ത് പകർന്നത് ഈ ഒരു മനുഷ്യനാ, രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ ദിവസം മഴ വന്നു, മിക്കയിടങ്ങളിലും വെള്ളം കയറി. ആ വെള്ളം കയറിയ കൂട്ടത്തിൽ കുറെ വ്യാജങ്ങളും കയറി വന്നു. ഈ വെള്ളം കയറുമ്പോണ്ടല്ലോ, ഈ മഴക്ക് വെള്ളം കയറുമ്പോൾ മീനുകൾ കയറാറുണ്ട് അല്ലേ? സാധാരണ പാടങ്ങളിലൊക്കെ മീൻ കയറും. അതുപോലെ വെള്ളം കയറിയപ്പോൾ മീനല്ല ഇപ്രാവശ്യം കയറിയത്, ഇപ്രാവശ്യം ഈ കൃമികീടങ്ങളുടെ വ്യാജങ്ങളായിരുന്നു കയറിയത് വെള്ളത്തിൻ്റെ കൂടെ. ആ വ്യാജങ്ങളെ പൊളിച്ചെടുക്കാൻ ഈ പറയുന്ന രാഹുലാണ്. 1-2 വീഡിയോ രാഹുൽ ചെയ്തു അല്ലേ? 2 വീഡിയോ ചെയ്തു. അതിലൊന്ന് എന്താ പറയേണ്ടത്, ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കുക എന്നതായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാജങ്ങൾക്ക് ഒരു തെളിവ് എന്നുള്ള രീതിയിലായിരുന്നു. ഒരു 1.5 മിനിറ്റുള്ള ഒരു വീഡിയോയും പിന്നെ ഒരു 8 മിനിറ്റുള്ള ഒരു വീഡിയോയും. ഈ 2 വീഡിയോകളിലൂടെ രാഹുൽ നടത്തിയത് ഈ വ്യാജങ്ങളെ പൊളിച്ചെടുക്കാനുള്ള വലിയ ഒരു പ്രയത്നമാണ്. കാരണം അത് വലിയൊരു പ്രശ്നമാണ്. ഈ എന്താ പറയണ്ട, കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അപകട. ഈ പ്രളയത്തേക്കാൾ, മഴയേക്കാൾ, ഉരുൾപൊട്ടലിനേക്കാൾ, ദുരന്തങ്ങളെക്കാൾ ഒക്കെ വലിയ പ്രശ്നം ഈ വ്യാജങ്ങളാണ്. ആ വ്യാജങ്ങളെ പൊളിച്ചെടുക്കാൻ രാഹുൽ ഉണ്ടായി എന്നുള്ളതാണ്. രാഹുൽ മുന്നിൽ നിന്നു എന്നുള്ളതാ. രാഹുലാണ് പൊളിച്ചെടുക്കിയത്.
രാഹുലാണ് ഈ വ്യാജങ്ങളെ പൊളിച്ചെടുക്കിയത്. എല്ലാ ഘട്ടത്തിലും രാഹുലുണ്ട്. ഞാൻ എൻ്റെ ഒരു അതിയായ ആഗ്രഹം കേട്ടോ, നിങ്ങൾക്കത് ഉണ്ടാവുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഉണ്ടാവും, ഇല്ലാണ്ടൊന്നും നിൽക്കില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം രാഹുൽ പാർട്ടിക്ക് പുറത്താണ് അല്ലേ, പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും പുറത്താണ്, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് രാഹുലിനെ ഏതെങ്കിലും ഒരു കീ റോളിൽ, ഇനി അത് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന സർക്കാരിനെതിരെ വരുന്ന വ്യാജങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു പോസ്റ്റിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമിക്കണമെന്നുള്ളതാണ്. ഇത് ചെറിയ പോസ്റ്റൊന്നും പോരാ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമിക്കണം, ക്യാബിനറ്റ് റാങ്കുള്ള പോസ്റ്റിൽ. കാരണം ചെറുതൊന്നും വരാം. കാരണം ഈ പ്രളയത്തിൽ സർക്കാരിനുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി മഴയോ വെള്ളമോ വെള്ളപ്പൊക്കമോ ജനങ്ങളെ പുനരധിവസിപ്പിക്കലോ ക്യാമ്പോ മറ്റോ ഒന്നും ആയിരുന്നില്ല. അതൊക്കെ സർക്കാർ സംവിധാനങ്ങൾ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഈ പറയുന്ന കൃമികീടങ്ങളുടെ വ്യാജങ്ങളാണ്. ആ കൃമികീടങ്ങളുടെ വ്യാജങ്ങളെ പൊളിച്ചതാവട്ടെ രാഹുൽ മാങ്കൂട്ടം. അപ്പം അതുകൊണ്ട് ഇനിയുള്ള 5 വർഷക്കാലത്തേക്കുള്ള യാത്രയിൽ ഈ വ്യാജങ്ങളെ തല്ലി തകർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കീ പോസ്റ്റിൽ, ക്യാബിനറ്റ് റാങ്കുള്ള കീ പോസ്റ്റിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, ഒരു മുന്നണി പോരാളിയായിട്ട്. കാരണം അയാൾ പാർട്ടിയെ അത്രമാത്രം മുന്നിൽ നിന്ന് പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് വ്യക്തിയാണ്. അപ്പോൾ ആ മനുഷ്യൻ, കാരണം ഇപ്പം ആ മനുഷ്യൻ ഫ്രീ ആണ്. ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പല രീതിയിൽ പല മേഖലകളിൽ ബിസിയാണ്, എൻഗേജ്ഡ് ആണ് അല്ലേ. ഒരുപാട് ആളുകളുണ്ട്, ഇതിന് പറ്റിയ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും കൂടി നോക്കി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ കൃത്യമായിട്ട് വേണ്ടത് എന്താണ്, കൃത്യമായിട്ട് ഈ വ്യാജങ്ങളെ പൊളിച്ചെടുക്കാൻ ഒരാൾ, മനസ്സിലായില്ലേ, വ്യാജങ്ങളെ പൊളിച്ചെടുക്കാൻ ഒരാൾ, അതാണ് വേണ്ടത്. അപ്പോൾ അതിന് വളരെ കൃത്യമായ ഈ പറയുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിരോധം തീർക്കാനുള്ള ഒരു പോസ്റ്റിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമിക്കണമെന്നുള്ളതാണ്. അതിൽ കാലതാമസം ഉണ്ടാകരുത്. കാരണം അത് വലിയ ഇതാവും. കാരണം രാഹുൽ ഓൾറെഡി അയാളുടെ വീട്ടിലിരുന്ന് അയാൾ പാർട്ടിയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് കാരണം മാത്രം അയാൾ ഇത്തരം പ്രതിരോധങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായ അയാൾക്കൊരു കസേര കൊടുത്ത് അയാൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി അയാളെ എന്താക്കണം, അയാളുടെ ടാലൻറ്റിനെ നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? കൃമികീടങ്ങളുടെ മാർക്സിസ്റ്റ് കെടുതിയെ, രാഹുലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാർക്സിസ്റ്റ് കെടുതിയെ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അതൊരു കെടുതി തന്നെയാണ്. കേരള ജനതയ്ക്ക് താങ്ങാൻ കഴിയാവുന്നതിലും വലിയ കെടുതിയാണ് ഈ മാർക്സിസ്റ്റ് കെടുതി എന്ന് പറയുന്നത്. പ്രളയവും മഴയും ദുരിതവും പേമാരിയും ലാൻഡ് സ്ലൈഡിങ്ങും ഉരുൾപൊട്ടലും ഒക്കെ കേരളത്തിൽ താങ്ങാൻ പറ്റും, മലയാളിക്ക് പറ്റും. കാരണം അതിനുള്ള മനക്കരുത്ത് മലയാളിക്കുണ്ട്. പക്ഷേ ഈ വ്യാജങ്ങൾ, അവിടെ എന്താ പ്രശ്നം എന്നറിയോ, ഈ ബാക്കിയുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ റിയാലിറ്റിയാണ്, അനുഭവങ്ങളാണ്. പക്ഷേ ഈ വെറ്റകളുടെ വ്യാജങ്ങൾ എന്ന് പറയുന്നത് അത് വലിയ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും, ജനങ്ങൾ വീണുപോകും. ഈ പിന്നിൽ നിന്ന് കുത്തുക, കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയില്ല, അതുപോലെയുള്ള പിന്നിൽ നിന്ന് കുത്തലാണ് ഈ വിജയൻ സേനയുടെ ഈ വ്യാജങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിലെ പ്രതിരോധിക്കുക തന്നെ വേണം. ഏതുപോലെ നമ്മൾ പേമാരി വരുമ്പോൾ, പ്രളയം വരുമ്പോൾ, വെള്ളം ഉയരുമ്പോൾ, വെള്ളം കയറുമ്പോൾ, വീടുകളിൽ വെള്ളം കയറുമ്പോൾ ഒക്കെ നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കും പല രീതിയിലുള്ള. അതുപോലെ തന്നെ വളരെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ഒരു വിഷയമാണ് ഈ വ്യാജങ്ങൾ എന്ന് പറയുന്നത്. കാരണം കൃമികീടങ്ങൾക്ക് ഉറക്കമില്ല നാളുകളാണ്. മനസ്സിലായില്ലേ? കാരണം കഴിഞ്ഞ പ്രളയം എന്നൊക്കെ പറഞ്ഞപ്പോൾ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ചാകരയായിരുന്നു, ചാകര. ഇപ്പം ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കടലിൽ ചാകരയുണ്ടാകുമല്ലോ, അതുപോലെ കൃമികീടങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രളയം, ലാൻഡ് സ്ലൈഡിങ് എന്നൊക്കെ പറഞ്ഞത് വലിയ ചാകരയായിരുന്നു. എന്ത് ചാകര? പിരിക്കാൻ വേണ്ടിയുള്ള ചാകര. എല്ലാത്തിൻ്റെ പേരിലും പിരിക്കുക, എന്നിട്ട് അണ്ണാക്ക് തള്ളുക.
പിരിക്കാൻ നക്കുക എല്ലാം. ഇപ്പം എന്തൊക്കെ പിരിച്ചു നക്കി? പയ്യന്നൂരിലെ രക്തസാക്ഷി പിരിച്ചു നക്കി, തിരുവനന്തപുരത്ത് ധനരാജ് രക്തസാക്ഷി അതിനു വേണ്ടി പിരിച്ചു നക്കി. ഇനി കണ്ണൂരിൽ തന്നെ നോക്കൂ നിങ്ങൾ, കോടിയേരി സഖാവിൻ്റെ പേരിൽ ഒരു മന്ദിരമുണ്ടാക്കാൻ പിരിച്ചു നക്കി. അതുപോലെ ഇവരുടെ DYFIയുടെ മരണപ്പെട്ടു പോയ ഒരു PK ബിജു അല്ലെ PK ബൈജു അങ്ങനെ എന്തോ ഒരു പേര് അല്ലേ, മരണപ്പെട്ടു പോയൊരു നേതാവുണ്ടല്ലോ DYFIയുടെ, അയാളുടെ പേരിൽ മന്ദിരമുണ്ടാക്കാൻ വേണ്ടി പിരിച്ചു നക്കി. അങ്ങനെ പിരിക്കാൻ നക്കുക. 2018 പ്രളയമുണ്ടായപ്പോൾ പിരിച്ചു നക്കി, കൊറോണ വന്നപ്പോൾ പിരിച്ചു നക്കി, വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ പിരിച്ചു നക്കി. അങ്ങനെ കേരളത്തിൽ ഉണ്ടാവുന്ന എല്ലാം കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാം ഒരു ചാകരയായിരുന്നു. പിരിക്കുക, നക്കുക, തിന്നുക, തൂറുക, ഇതായിരുന്നു ഇവരെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു ചാൻസ് അതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വല്ലാത്ത വെപ്രാള. കാരണം എടോ നക്കാൻ പൈസ വേണ്ടേ? മറ്റേത് പിരിക്കുക, അതിൽ നിന്ന് നക്കുക, പിരിക്കുക നക്കുക. ഇപ്പം അത് പറ്റൂല. ഇപ്പം പിരിച്ചാൽ പെട്ട്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വെപ്രാളം ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഈ വെപ്രാളത്തിൻ്റെ പുറത്ത് വ്യാജങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുക. അപ്പം ഈ വ്യാജങ്ങളെ പൊളിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ പേമാരിയെ, വെള്ളപ്പൊക്കത്തെ, ലാൻഡ് സ്ലൈഡിങ്ങിനെ, ഉരുൾപൊട്ടലിനെ എന്ന് വേണ്ട എല്ലാ ദുരന്തങ്ങളെയും നമ്മൾ എങ്ങനെയാണോ മലയാളി നേരിടുന്നത് അതുപോലെ തന്നെ നേരിടേണ്ട ഒരു കാര്യമാണ് ഈ വ്യാജം. AKG സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന വ്യാജങ്ങൾ, ആ വ്യാജങ്ങളെ നമ്മൾ പൊളിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് പൊളിച്ചെടുക്കാൻ രാഹുലുണ്ട്. പക്ഷേ എന്ത് വേണം? രാഹുലിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകി രാഹുലിനെ ചുമതലപ്പെടുത്തണം കീ പോസ്റ്റിൽ. മനസ്സിലായില്ലേ? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നന്മകൾ മാത്രം ചെയ്താൽ പോരാ, ആ നന്മകൾ ചെയ്യുകയും തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വ്യാജ പ്രചരണങ്ങളെ, പച്ച നുണകളെ, നുണറായിയുടെ നുണകളെ എന്താക്കണം? പൊളിച്ചെടുക്കുകയും വേണം. അപ്പോൾ നന്മകൾ ചെയ്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുക. ഈ നുണറായിയുടെ നുണകൾ പൊളിച്ചെടുക്കാൻ രാഹുലിനെ ഒരു ഭാഗത്ത് നിയമിക്കണം, ക്യാബിനറ്റ് റാങ്കോട് കൂടി. കാരണം ചെക്കനത് അർഹിക്കുന്നുണ്ട്, അർഹതപ്പെട്ടവരാ അതിനുള്ള. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ നോക്കൂ, 2026 ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏപ്രിൽ 9 മുതൽ ഏപ്രിൽ 8 വൈകുന്നേരം വരെ 5-8 ദിവസം ഒരു 8-10 വീഡിയോ രാഹുൽ ചെയ്തു. എന്തുണ്ടായി? പിണറായി വിജയൻ്റെ കഥ കഴിഞ്ഞു അല്ലേ? പിണറായി വിജയൻ്റെ കഥ തീർന്നു 8 വീഡിയോ കൊണ്ട്. നിങ്ങൾ ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടം വേട്ടയാടപ്പെട്ടത് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ ആയുധമായിട്ടാണ്. ആ ആയുധം തന്നെ തിരിച്ചടിച്ചു. ആ ആയുധം ഇവർക്ക് തെറ്റിപ്പോയി. കാരണം രാഹുൽ ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു. ആ വാള് തൊടാൻ പാടില്ലായിരുന്നു. ആർക്ക് മുറിവേൽക്കുമെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. മുറിവേറ്റത് അതിനെ ആയുധമാക്കിയവർക്ക് തന്നെയാണ്. അപ്പോൾ 5-8 വീഡിയോ കൊണ്ട് രാഹുൽ തീർത്തു, പിണറായി വിജയനെ അടക്കി എന്നുള്ളതാ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വ്യാജങ്ങളെയും രാഹുൽ പൊളിച്ചെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ രാഹുലിനെ കൃത്യമായിട്ട് ആ മനുഷ്യനെ ഒരു കീ പോസ്റ്റിൽ നിയമിച്ച് ഈ പറയുന്ന വ്യാജങ്ങളെ പൊളിച്ചെടുക്കുക എന്ന് പറയുന്നത് കൂടി സർക്കാരിൻ്റെയും കേരളത്തിൻ്റെയും ആവശ്യമാണ്. മുന്നോട്ടുള്ള യാത്രക്ക് ഇത്തരം കൃമികീടങ്ങളെ, ഇത്തരം ഈ മഴക്കാലത്ത് മാത്രം നമ്മൾ കണ്ടുവരുന്ന ചില കൃമികീടങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള ഈ കൃമികീടങ്ങളെ, വെള്ളം പൊങ്ങുമ്പോൾ വെള്ളത്തിൽ വരുന്ന കൃമികീടങ്ങൾ, വ്യാജങ്ങളുടെ കൃമികീടങ്ങൾ, ആ കൃമികീടങ്ങളെ വേരോടെ നശിപ്പിക്കണം. ആ നശിപ്പിക്കാനുള്ള പണി രാഹുലിനെ ഏൽപ്പിക്കണം. ഇത് സർക്കാർ വളരെ ഗൗരവമായിട്ട്, കോൺഗ്രസ് UDF ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് ഈ കാര്യത്തെ കാണണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും MLA-മാരാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും അവരൊക്കെ ഓരോരോ പണികളിലാണ്. തീരാത്ത അത്രയും പണികൾ അവർക്കുണ്ട്, ജോലികൾ അവർക്കുണ്ട്. അപ്പം അവർക്ക് അതും ചെയ്യണം ഇതും ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല. അപ്പം ഇന്നലെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു കുറിപ്പ് കണ്ടു. ഞാൻ പിന്നീട് പറയാം അതിനെക്കുറിച്ചിട്ട്.
അപ്പോൾ അത്തരം അനുഭവങ്ങളിലൂടെ, അത്തരം എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ 24 മണിക്കൂറും ജാഗരൂകരായിക്കൊണ്ടാണ് ഇവരൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന വ്യാജങ്ങളെ കൂടുതൽ നേരിടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ എന്ത് വേണം? മറ്റു ഉത്തരവാദിത്തങ്ങളില്ലാത്ത, എന്നാൽ ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തി വേണം. അതാരാ ഉള്ളൂ? അതിപ്പോൾ നിലവിൽ രാഹുലാണ്. രാഹുലിനെ ആ പോസ്റ്റിൽ അവിടെ നിയമിക്കണം എന്നുള്ളതാണ്. അതിലിനി വേറെ ഒന്നും നോക്കേണ്ടതില്ല. ഇനി ഒരു ഒലക്കി നോക്കണ്ട. കാരണം ഈ വ്യാജങ്ങളെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാവണം മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഹുലിനെ എവിടെയെങ്കിലും ഒരു ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു കസേര അവിടെ ഇരുത്തിയിട്ട്, മോനെ ഇത് എടുത്തോ, ഇതാണ് നിന്റെ പണി, ഏൽപ്പിച്ച് കയ്യിൽ അങ്ങോട്ട് കൊടുക്കണം. പിന്നെ രാഹുൽ ആയിക്കോളും പൊളിച്ചടുക്കും പിണറായി വിജയനെയും കൃമികീടങ്ങളെയും എന്നുള്ളതാണ്.